കഴിഞ്ഞ ജനുവരി 24-നാണ് പേരാമ്പ്ര ചെറുവണ്ണൂർ സ്വദേശിനിയായ അനുശ്രീ പ്രസവത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ വാർഡിൽ അഡ്മിറ്റായത്. ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ സൂരജായിരുന്നു അനുശ്രീയെ ചികിത്സിച്ചിരുന്നത്. ചികിത്സയിൽ പിഴവുകളുണ്ടായെന്നും ശാരീരിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെന്നുമാണ് പരാതി. 9-ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞ് കയലയിൽ കുരുങ്ങിയതായി കണ്ടെത്തിയിരുന്നെങ്കിലും ഡോക്ടർ അതിനെ കാര്യമായി കണ്ടില്ലെന്നും കുടുംബം പറയുന്നു. അസഹ്യമായ വേദന വന്നപ്പോഴും ചികിത്സിക്കുന്നതിന് പകരം മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. ഒരു കുട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ല. അത്രയും ബ്ലീഡിങ് ആയിട്ടും കണ്ടീഷനായിട്ടും എൻ്റെ ബോധം പോയിക്ക്. എന്നിട്ട് അവരൊരാൾ അമ്മ അവിടുന്ന് നിലവിളിച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് ഓടി വന്നത്. അത് വേറെ ഒരാൾ നോക്കിയിട്ടില്ല. പിന്നെ ഫ്ലൂയിഡ് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ നേരം വെളുക്കാൻ നേരത്ത് പോയി കുളിക്കാൻ പറയുന്നതിൻ്റെ അടുത്ത് ഒരു ഡോക്ടർ എന്നെ വന്ന് നോക്കിയിട്ടില്ല. ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഈ ഒരു അവസ്ഥയിലെത്തൂല, എനിക്ക് ഉറപ്പാത്. മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർ ക്ഷമയോട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ തന്നോടും അമ്മയോടും മോശമായി പെരുമാറി. ഡോക്ടറുടെ അശ്രദ്ധ കാരണമാണ് ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വന്നത്. ജനിച്ച് 10 മാസം കഴിഞ്ഞിട്ടും ബുദ്ധിപരമായ വളർച്ച കുഞ്ഞിനുണ്ടായിട്ടില്ല. ഇപ്പോഴും പല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കുഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ട്യൂബിലൂടെയാണ് ഭക്ഷണം. സാധാരണ ഒരു കുട്ടി ചിരിക്കുന്ന പോലെ ചിരിക്കാനോ കളിക്കാനോ ഒന്നും കുട്ടിക്ക് സാധിക്കുന്നില്ല. ഇതുവരെയായിട്ട് കുട്ടിക്ക് ഒരു തുള്ളി പാല് പോലും വായിലൂടെ കൊടുക്കാൻ പറ്റിയില്ല. കുട്ടിയുടെ ബ്രെയിൻ ഗ്രോത്ത് ജനിച്ച അന്നുള്ള ആ അവസ്ഥയിലാണ് ഇന്നും. കുട്ടിക്ക് ജനിക്കുമ്പോൾ ഓക്സിജൻ കിട്ടാത്തതാണ് ഈ ഒരു പ്രശ്നം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. തക്കതായ നടപടി സ്വീകരിക്കണം. നാളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ഒരു വ്യക്തിക്കും ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും കമ്മീഷണർക്കും പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് അനുശ്രീയുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം. ഇതിനായി വിവിധ പാർട്ടികൾ ചേർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അധികൃതരിൽ നിന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ സമരത്തിനിറങ്ങാനാണ് ഇവരുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.